ഒരു പേടി ഉണ്ടായിരിക്കും സാധാരണ ഓഡിയൻസിനും എല്ലാ മനുഷ്യർക്കും. ഇപ്പൊ സിനിമേനെ പറ്റി കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ചിലപ്പം ഈ ഒരു വിധത്തിനല്ല എൻഡിൽ ആ പേടി മാറുക, എല്ലാവർക്കും വരാം, പേടിക്കാതെ സിനിമയിൽ വരാം എന്നുള്ള ഒരു വിധത്തിലേക്ക് മാറാം. ഓക്കെ, സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളോട് ഇപ്പൊ ഞാൻ ചോദിച്ചില്ലേലും എപ്പോഴാണെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി മുതലും നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു വലിയ വിവാദങ്ങൾ അതുപോലെ തന്നെ സിനിമാ മേഖലയെ തകിടം മറിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. സിനിമ മേഖലയിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. മിക്കതും ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും ഓഡീഷൻ വഴിയാണ് ഇതായേക്കുന്നത്. നമ്മൾ ഓഡീഷൻ എന്നാൽ അവരൊരു സംഭവം നമുക്ക് തരും, നമ്മൾ ചെയ്യാൻ പറയും, എന്നിട്ട് അവർ വിളിക്കാന്ന് പറയും. അപ്പൊ നമുക്ക് ചില പടങ്ങളിൽ നമ്മൾ തിരിച്ചു വിളിക്കും, ചില പടങ്ങളിൽ നമ്മൾ വിളിക്കില്ല. അങ്ങനെയൊക്കെയാണ് ഉണ്ടായേക്കുന്നത്. എനിക്ക് വിളിക്കുന്ന പടങ്ങളിൽ ഇതാണ് ക്യാരക്ടർ എന്ന് പറയും, നമ്മൾ ചെല്ലും, അഭിനയിക്കും, പോരും. എനിക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് ഇതുവരെ അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ ആക്ച്വലി എന്നോട് ആരും ഡയറക്റ്റ് ചോദിച്ചിട്ടില്ല. ഞാനിങ്ങനെ നമ്മളിങ്ങനെ കേക്കില്ലേ, അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്, ഇവർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കോ ആർട്ടിസ്റ്റ് എന്നല്ല, പിന്നെ കുറെ പേര് ഇങ്ങനെ കോമൺ ആയിട്ട് ഇങ്ങനെ മനുഷ്യർ ടോക്ക് ചെയ്യുമല്ലോ, അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഈ നിലവിലുള്ള ഈ ഒരു വാർത്തകളും ഇപ്പോഴത്തെ ഈ മാധ്യമ വിചാരണയും ഒക്കെ നടക്കുമ്പോൾ അത് സിനിമാ മേഖലയ്ക്ക് എത്രത്തോളം ഗുണകരമാവുന്നു ചിന്തിച്ചിട്ടുണ്ട്? ഇത് ചിലപ്പോ ഒരു പുതിയൊരു മാറ്റത്തിന് വേണ്ടിയായിരിക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്നത്. ചിലപ്പം ഇനി ഇപ്പൊ ഈ വന്ന് പറഞ്ഞവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അതിന്റെ നീതി കിട്ടണം. പക്ഷെ ഇനി ചിലപ്പോൾ ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇപ്പൊ ഒരു പേടി ഉണ്ടെങ്കിൽ ആ പേടി മാറ്റി ഇനി ഒരു പേടിക്കാതെ സിനിമയിലേക്ക് കയറാനുള്ള ഒരു വഴിയും കൂടെ ആവാം ഇത്. എല്ലാം ശരിയാവും, നന്നാവും ഓർക്കുന്നു, എല്ലാം പഴയതുപോലെ ആവും. ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. പുതുമുഖങ്ങൾ ഓഫ്കോഴ്സ് പുതുമുഖങ്ങൾക്ക് എന്തായാലും അവസരങ്ങൾ കിട്ടും. എന്തായാലും ഇപ്പൊ എത്രയൊക്കെന്ന് പറഞ്ഞാലും പിന്നെയും പുതിയ ആർട്ടിസ്റ്റുകൾ വന്നാലല്ലേ സിനിമയും മുന്നോട്ട് പോകുള്ളൂ. ഉള്ളവരെ തന്നെ എപ്പോഴും വെച്ചെടുത്തോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും പുതിയ ആർട്ടിസ്റ്റുകൾ വരും. എന്തായാലും പേടിക്കാതെ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ ഒരു പേടി ഉണ്ടായിരിക്കും സാധാരണ ഓഡിയൻസിനും എല്ലാ മനുഷ്യർക്കും. ഇപ്പൊ സിനിമേനെ പറ്റി കേൾക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. ചിലപ്പം ഈ ഒരു വിധത്തിനല്ല എൻഡിൽ ആ പേടി മാറുക, എല്ലാവർക്കും വരാം, പേടിക്കാതെ സിനിമയിൽ വരാം എന്നുള്ള ഒരു വിധത്തിലേക്ക് വരാം. ഓക്കെ, ഈ സിനിമ ഇറങ്ങി ഒരു വലിയ ഹിറ്റ് ആവും എന്നുള്ള പ്രതീക്ഷയോടെയാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. നമ്മളിപ്പം ചെറിയ സിനിമകള് ഒരു എന്താ പറയാ ഓഡിയൻസിലേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. തിയേറ്റർ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും പ്ലാനിങ് ഒക്കെ ഇങ്ങനെ ക്രൂവിന്റെ ഭാഗത്തുനിന്നൊക്കെ സംസാരിക്കുന്ന കേട്ടോ? നമ്മുടെ പടത്തിനാണെങ്കിലും ആദ്യം OTT തീരുമാനിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് ഞങ്ങളുടെ ഡയറക്ടറിനെ സംബന്ധിച്ച് ഇത് വലിയ കാര്യമാണ്. ഇത്രയും വിധത്തിൽ എത്താൻ പറ്റിയില്ലോ, ഇത്രയും ബിഗ് സ്ക്രീനിലേക്ക് വരും. നമ്മൾ ആമസോണിലേക്ക് ആക്ച്വലി ആദ്യം കൊടുത്തിരുന്നത്, അവിടെ ഇതിനു വേണ്ടി നമ്മൾ സെൻസർ ചെയ്ത് അങ്ങനെ ആക്കി വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് ഇതിപ്പോ ഇത്രയും വലിയ സ്ക്രീനിലേക്ക് വന്നത് ആക്ച്വലി ഒരു സക്സസ് ആണ്. ശരിക്കും നമ്മളുടെ ഒരു ചെറിയ പടം ഇത്രയും വിധത്തിലേക്ക് എത്താൻ പറ്റിയത് തന്നെ ഒരു വലിയ സക്സസ് ആയിട്ടാണ് കരുതുന്നത്. ഇപ്പം ചെറിയ ചെറിയ പടങ്ങൾ ആക്ച്വലി ഭയങ്കര ഹിറ്റ് ആവുന്ന ഒരു കാലം. നല്ല കണ്ടന്റ് ആണോ, നല്ല സബ്ജക്റ്റ് ആണോ, പ്രേക്ഷകർ ഏറ്റെടുക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ. കൂന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ അകത്തുണ്ട്. മാജിക് മഷ്റൂമിന്റെ സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, കൂന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടറാണ്. കൂന്ന് പറയുന്ന സാധനം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടറാണ്. അതിന് ഭയങ്കര ഒരു പെണ്ണിന്റെ ഒരു പെണ്ണ് കൂണിങ്ങനെ വളർന്നു വരുന്ന ഒരു കുറെ സ്റ്റേജസ് ഉണ്ട്. അതൊരു പെണ്ണ് ഇങ്ങനെ അതിനെ കെയർ ചെയ്ത് വരുമ്പോ അവൾക്ക് ഒരു സ്റ്റേജസ് ഉണ്ടാവും ലൈഫിൽ. അതുപോലെയാണ് ഇത് കാണിക്കുന്നത്. ഈ മഷ്റൂം എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി വിവാദമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതാണ് എ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു അല്ല, തെറി യൂസ് ചെയ്തത് കൊണ്ടാണ് എ സർട്ടിഫിക്കറ്റ് വന്നേക്കുന്നത്. തെറി ഉണ്ടല്ലോ ഭയങ്കര രീതിയിലല്ല, എന്നാലും ഉണ്ട്. അത്രയൊന്നുമില്ല. വയലൻസ് കുറച്ചുണ്ട്. അതൊരു പാക്ഡ് മൂവിയാണ്, സർവൈവൽ ത്രില്ലർ. അതിന് ഒരു എന്റർടൈൻമെന്റ് ഭാഗം ഉണ്ട്, എന്നാലും സർവൈവൽ ത്രില്ലർ ആണ് മെയിൻലി വരുന്നത്. ബിക്കോസ് ഒരു വുമൺ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൂൺ അതിൻ്റെ അകത്തൊരു ക്യാരക്ടറാണ്.
അതുകൊണ്ട് നമുക്ക് കൂടെന്ന് പറഞ്ഞാൽ അത് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഒത്തിരി പ്രതീക്ഷകൾ, അതായത് ഇന്ന ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത? എനിക്ക് എല്ലാ സിനിമയും കാണുമ്പോൾ എല്ലാ ക്യാരക്ടറും തോന്നാറുണ്ട്. അങ്ങനെയാണല്ലോ. പിന്നെ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഓം ശാന്തി ഓശാനയിൽ നസ്ര ചെയ്ത ക്യാരക്ടർ തോന്നിയിട്ടുണ്ട്, ഇത് ചെയ്താൽ പൊളിക്കും. ഞാൻ ചെയ്ത നസ്ര ചെയ്തതിന്റെ പകുതി പോലും ഉണ്ടാവില്ല, എന്നാൽ പോലും അത് കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. റിയൽ ലൈഫിലുള്ള ക്യാരക്ടർ സിനിമയിലെ ഏതെങ്കിലും ക്യാരക്ടറുമായിട്ട് ബന്ധമുണ്ടോ? ഏതെങ്കിലും ഞാൻ ചെയ്ത ഇപ്പൊ ഞാൻ ചെയ്യുന്ന അരുൺ വൈഗയുടെ പടം ഞാനും തമ്മിൽ ഭയങ്കര റിലേറ്റ് ഉള്ള ക്യാരക്ടർ, എന്റെ റിയൽ ലൈഫിലെ സ്വഭാവം തന്നെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്. 2-3 പ്രൊജക്ട് അങ്ങനെ വന്നു. ഇത് ഇത്തിരി ലേറ്റ് ആയതേ ഉള്ളൂ. എല്ലാവരും പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. ചെറിയൊരു പടമാണ്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർ കണ്ടാലും ഇഷ്ടപ്പെടും. എ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഓർത്തത് അങ്ങനെയല്ല, ഇതൊരു ഇന്നസെന്റ് ആയ എ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അതോർത്താരും പോവാതിരിക്കണ്ട, എല്ലാരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അധികം പറഞ്ഞില്ല. നല്ല വിജയം ആശംസിക്കണം. കൂടിന്റെ ഗോവിനും എല്ലാവർക്കും സന്തോഷിക്കാനുള്ള തിയേറ്ററിൽ വൻ വിജയമായി മാറാൻ. താങ്ക് യു.